Hi all, welcome to a current affairs session on economics. As we all know, long waiting ആയിട്ടുള്ള കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ എക്സാം LSGS എക്സാംസ് ഒക്കെയും അടുത്ത് വന്നിരിക്കുകയാണ്. സോ ഈ ഒരു അവസരത്തിൽ എല്ലാവരും അവരുടെ സിലബസ് കംപ്ലീഷനും അതേപോലെ കംപ്ലീറ്റ് ചെയ്ത സിലബസ് മാക്സിമം റിവൈസ് ചെയ്യുന്നതിനൊക്കെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖലയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. സിൻസ് കറണ്ട് അഫയേഴ്സ് വൈഡ് ആയതുകൊണ്ടും വാസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടും എങ്ങനെ കവർ ചെയ്യണം എന്നുള്ളൊരു ക്ലാരിറ്റി ഇഷ്യൂ, കൺഫ്യൂഷൻസ് ഒക്കെയും ആസ്പിരൻസിൻ്റെ ഇടയിൽ ഉണ്ടാകും. സോ ഇന്ന് നമ്മൾ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഡീൽ ചെയ്യുന്നത്. ഇതിൽ തന്നെ PSC കുറച്ചുകൂടെ പ്രോമിനൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ദ ഡിസ്കഷൻ. So the first topic is Niti Ayog's SDG India Index 23-24 ആണ്. സോ ഇതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഏരിയ നീതി ആയോഗ് അറൌണ്ട് 113 ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചാണ് SDG India Index പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വി ഓൾ ന്യൂ ദാറ്റ് SDG എത്രയെണ്ണം ഉണ്ട്? 17 SDGs ഉണ്ട്. എന്നാൽ ഈ ഒരു പർട്ടിക്കുലർ SDG ഇന്ത്യ ഇൻഡെക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നീതി ആയോഗ് 16 SDGs ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടായിരിക്കാം ഒരു SDG ഗോൾ മാറ്റി നിർത്തിയിരിക്കുന്നത്? സോ ഹിയർ ഗോൾ 14, അതായത് ലൈഫ് ബിലോ വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലൈഫ് ബിലോ വാട്ടർ 9 കോസ്റ്റൽ സ്റ്റേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു SDG ഗോളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഗോൾ മാറ്റിവെച്ച് ബാക്കി 16 ഗോൾ യൂസ് ചെയ്തിട്ടാണ് SDG ഇന്ത്യ ഇൻഡെക്സ് കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയും ഈ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സിലെ സ്കോറിന്റെ റേഞ്ച് നോക്കാം. 0 to 100 റേഞ്ചിലാണ് ഈ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. ഇനി ഒരു ഇൻഡെക്സിലെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഈ പിക്ചറിൽ കാണാൻ സാധിക്കും, അറൌണ്ട് 2018 ഇന്ത്യയുടെ സ്കോർ 57 ആയിരുന്നു. അതിനുശേഷം 2019, 20, 23 ആ ഒരു ഡേറ്റ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സ്കോർ 71 ആയിട്ടുണ്ട്. എത്രയായി? 2018 57 ആയിരുന്നു, 23 71 സ്കോറായിട്ട് ഉയരാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ടോപ്പ് പെർഫോമേഴ്സ് നോക്കാം. കേരളയാണ്, കേരള ആൻഡ് ഉത്തരാഖണ്ഡ് ആണ് ടോപ്പ് പെർഫോമേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ്സ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ അവർ സ്കോർ ചെയ്തിരിക്കുന്നത് 79 പോയിന്റ്സ് ആണ്. ബോത്ത് കേരള ആൻഡ് ഉത്തരാഖണ്ഡ് ഹാസ് സ്കോർഡ് എത്രയാണ്? 79 പോയിന്റ്സ് ആണ് സ്കോർ ചെയ്തിരിക്കുന്നത്. ഇനി ലോവസ്റ്റ് പെർഫോമേഴ്സ് ആരാണെന്ന് നോക്കാം. ബീഹാർ ആണ്. ബീഹാർ ഹാസ് ലാഗ്ഡ് ബിഹൈൻഡ് വിത്ത് എ സ്കോർ ഓഫ് 57 പോയിന്റ്സ് ആണ് ബീഹാറിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? SDG ഇന്ത്യ ഇൻഡെക്സ് 23-24 ആണ് നമ്മളിപ്പോൾ നോക്കിയത്. അതിൽ ടോപ്പ് പെർഫോമർ ആരൊക്കെയാണ്? കേരള ആൻഡ് ഉത്തരാഖണ്ഡ് ആണ്. എത്രയാണ് സ്കോർ അവർ നേടിയിരിക്കുന്നത്? 79 ആണ് സ്കോർ നേടിയിരിക്കുന്നത്. ലീസ്റ്റ് ആരാണ്? ബീഹാർ ആണ് ലീസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് നമ്മുടെ ആ ഒരു ഗ്രോത്ത് ശ്രദ്ധിക്കുക. 18 57 ആണ്. 2023-24 ആയപ്പോഴത്തേക്കും സ്കോർ എത്ര ആയിട്ടുണ്ട്? 71 ആയിട്ടുണ്ട്. So the next topic is Vocal for Local Initiative. Vocal for Local Initiative നീതി ആയോഗിന്റെ ഒരു പ്രോഗ്രാമാണ്. It is under the program called Aspirational Blocks Program. Aspirational Blocks പ്രോഗ്രാമിന്റെ കീഴിലാണ് Vocal for Local Initiative ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നത്. ഇതാരാണ് ഫോക്കസ് ചെയ്യുന്നത്? നീതി ആയോഗിന്റെ ഒരു പ്രോഗ്രാമാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആസ്പിറേഷണൽ ബ്ലോക്സ് 500 ആസ്പിറേഷണൽ ബ്ലോക്സ് ഉണ്ട്. ഡെവലപ്മെന്റ് വൈസ് പിന്നോക്കം നിൽക്കുന്ന ബ്ലോക്സുകളായിരിക്കും. എന്നാൽ ഈ ബ്ലോക്സിൽ ഇൻഡിജിനസ് ആയിട്ട് അല്ലെങ്കിൽ ലോക്കൽ പ്രൊഡക്ട്സുകൾ, ആ മേഖലയിലുള്ള ലോക്കൽ പ്രൊഡക്ട്സുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വോക്കൽ ഫോർ ലോക്കൽ ഇനിഷ്യേറ്റീവ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഉൽപ്പാദനം ചെയ്യുന്ന ഇൻഡിജിനിയസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഓർ ലോക്കൽ പ്രൊഡക്ട്സിനെ ഒരു ബ്രാൻഡ് നെയിമിന്റെ കീഴിൽ കൊണ്ടുവരുന്നു. ആ ബ്രാൻഡ് നെയിമിന്റെ നെയിം ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് അഖാൻഷ. അഖാൻഷ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിമിന്റെ കീഴിൽ ഈ ഇൻഡിജിനിയസ് ഓർ ലോക്കൽ പ്രൊഡക്ട്സിനെ കൊണ്ടുവരികയും ദർ ബൈ ഹെൽപ്പിംഗ് ടു പ്രൊമോട്ട് ദീസ് പ്രൊഡക്ട്സ്, മാർക്കറ്റ് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് വോക്കൽ ഫോർ ലോക്കൽ ഇനിഷ്യേറ്റീവ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഏത് പ്രോഗ്രാമിന്റെ കീഴിലാണ്? ആസ്പിറേഷണൽ ബ്ലോക്സ് പ്രോഗ്രാമിന്റെ കീഴിലാണ്. അവിടെ ഉൽപ്പാദനം ചെയ്യുന്ന ഇൻഡിജിനസ് ആയിട്ടുള്ള ലോക്കൽ പ്രൊഡക്ട്സുകളുടെ മാർക്കറ്റിംഗ് മേഖല മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ദർ ബൈ വി ആർ പ്രൊമോട്ടിംഗ് ദ ഓൺടർപ്രണർഷിപ്പ് ഓർ ദ സ്റ്റാർട്ടപ്സ് ഇൻ ദോസ് ബ്ലോക്സ്. മനസ്സിലായോ? സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ആ ബ്രാൻഡിന്റെ നെയിമാണ് അഖാൻഷ എന്നാണ് ബ്രാൻഡ്
ബ്രാൻഡിന്റെ നെയിം. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇതൊരു പാർട്ണർഷിപ്പ് ബേസിസിലാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതായത് ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് ആൻഡ് ONDC, ദാറ്റ് ഈസ് ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് പ്ലാറ്റ്ഫോം. സോ ഈ ഒരു രണ്ട് പ്ലാറ്റ്ഫോംസിന്റെ പാർട്ണർഷിപ്പ് ബേസിസിലാണ് വോക്കൽ ഫോർ ലോക്കൽ ഇനിഷ്യേറ്റീവ് നീതി ആയോഗ് മുന്നോട്ട് വെക്കുന്നത്. സോ ഇപ്പം നമ്മൾ ആസ്പിറേഷണൽ ബ്ലോക്സ് പ്രോഗ്രാമിനെ പറ്റി ഇവിടെ സംസാരിച്ചു. അപ്പോൾ എന്താണ് ആസ്പിറേഷണൽ ബ്ലോക്സ് പ്രോഗ്രാം? സോ ആസ്പിറേഷണൽ ബ്ലോക്സ് പ്രോഗ്രാം എന്ന് പറയുന്നതാണെങ്കിൽ യൂണിയൻ ബഡ്ജറ്റ് 2022-23 നമ്മൾ ഗവൺമെന്റ് അനൗൺസ് ചെയ്തത്, യൂണിയൻ ബഡ്ജറ്റ് 22-23. സോ ആസ്പിറേഷണൽ ബ്ലോക്സ് പ്രോഗ്രാം എന്ന് പറയുന്നത് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിന്റെ കീഴിൽ വരുന്ന ഒരു പ്രോഗ്രാമാണ്. ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം 2018 ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത്. അതായത് ഡെവലപ്മെന്റ് വൈസ് പിന്നോക്കം നിൽക്കുന്ന 112 ഡിസ്ട്രിക്റ്റിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മുന്നോട്ട് വെച്ചത്. സോ അതിന്റെ ഭാഗമായി ആസ്പിറേഷണൽ ബ്ലോക്സ് പ്രോഗ്രാം 22-23 ഗവൺമെന്റ് മുന്നോട്ട് വെക്കുകയും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള 500 ബ്ലോക്സിനെ ചൂസ് ചെയ്ത് അവിടെ മേജർ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് മുന്നോട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടും ആ ബ്ലോക്സിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് ആസ്പിറേഷണൽ ബ്ലോക്സ് പ്രോഗ്രാം 22-23 ഗവൺമെന്റ് അവതരിപ്പിച്ചത്. So the next topic is National Multi-Dimensional Poverty Index. So National Multi-Dimensional Poverty Index publish ചെയ്യുന്നത് ആര് തന്നെയാണ്? നീതി ആയോഗ് തന്നെയാണ്. സോ ഈ ഒരു ഡേറ്റ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 2013-14 അറൌണ്ട് 29% ആയിരുന്നു ഇന്ത്യയുടെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി എന്ന് പറയുന്നത്. ഹൗവർ 22-23 ആയപ്പോഴത്തേക്കും ഏകദേശം 11% ആയി നമുക്ക് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി നമുക്ക് കുറയ്ക്കാനായിട്ട്, ഡിക്ലൈൻ ആക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്, വിച്ച് ഇസ് എ വെരി പ്രോമിസിങ് ട്രെൻഡ് ആണ്. സോ ആ ഒരു ന്യൂസ് നമുക്ക് പ്രോമിനന്റ് ആയിട്ട് വന്നിരുന്ന ഒരു ന്യൂസ് ആണ്. സോ എല്ലാവരും ഇത് ഫോക്കസ് ചെയ്യണം. ഈ ഒരു ഡേറ്റ എല്ലാവരും ഓർത്തിരിക്കുക. എത്രയായിരുന്നു? 29%. 2013-14 29%-ൽ നിന്നും നമുക്ക് 11%-ലേക്ക് കുറയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മേജർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് നീതി ആയോഗ് ഡെവലപ്പ് ചെയ്യുന്നത്? അതിന് വേണ്ടിയിട്ട് നീതി ആയോഗ് ഇവിടെ 3 ഡയമെൻഷൻസ് ആണ്, മേജർലി 3 ഡയമെൻഷൻസ് ആണ് നീതി ആയോഗ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡയമെൻഷൻ ഈസ് ഹെൽത്ത് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ എഡ്യൂക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ഈ 3 ഡയമെൻഷൻസും യൂസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും അതിൽ തന്നെ 12 ഇൻഡിക്കേറ്റേഴ്സ് ഗവൺമെന്റ് ഓർ നീതി ആയോഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് 12 ഇൻഡിക്കേറ്റേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ന്യൂട്രീഷൻ, ചൈൽഡ് ആൻഡ് അഡോളസെന്റ് മോർട്ടാലിറ്റി, മെറ്റേണൽ ഹെൽത്ത്, ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്, സ്കൂൾ അറ്റൻഡൻസ്, കുക്കിംഗ് ഫ്യൂവൽ, സാനിറ്റേഷൻ, ഡ്രിങ്കിംഗ് വാട്ടർ, ഹൗസിംഗ്, ഇലക്ട്രിസിറ്റി, അസറ്റ്സ് ആൻഡ് ബാങ്ക് അക്കൗണ്ട്. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗ്ലോബലി മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് നോക്കുമ്പോൾ only 10 ഇൻഡിക്കേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഹവർ ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ നമ്മൾ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് 2 ഇൻഡിക്കേറ്റേഴ്സും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ആ 2 ഇൻഡിക്കേറ്റേഴ്സ് ഈ റെഡിൽ കൊടുത്തിരിക്കുന്നതാണ് മെറ്റേണൽ ഹെൽത്ത് ആസ് വെൽ ആസ് ബാങ്ക് അക്കൗണ്ട്. സോ ഗ്ലോബലി 10 ഇൻഡിക്കേറ്റേഴ്സ് ആണ്. 3 ഡയമെൻഷൻ എന്നുള്ളത് സെയിം തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് വരുമ്പോൾ നമ്മൾ 3 ഡയമെൻഷനിൽ 12 ഇൻഡിക്കേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതൊരു നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. എല്ലാവരും അത് ഓർത്ത് വെക്കുക. സോ ഇനി ഈ ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാപ്പിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിലാണ് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹൗവർ ഏറ്റവും കൂടുതൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി കാണുന്നത് ഏത് സ്റ്റേറ്റ് ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബീഹാറാണ്. ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി നമുക്ക് കാണാൻ സാധിക്കുന്നതും. ലീസ്റ്റ് എവിടെയാണ്? കേരളത്തിലാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ്. സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് നീതി ആയോഗ് ആണ്. സോ റീസെന്റ് ഇലക്ഷന് ശേഷം നീതി ആയോഗിലെ മെമ്പേഴ്സിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ പേഴ്സണാലിറ്റി വൈസും ക്വസ്റ്റ്യൻസ് PSC ചോദിക്കാറുണ്ട്. സോ പേഴ്സണാലിറ്റീസിന്റെ നെയിംസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? സുമൻ ബെരി ആണ് വൈസ് ചെയർപേഴ്സൺ. യു ഓൾ ന്യൂ ദാറ്റ്. ആൻഡ് മെമ്പേഴ്സ് 4 ഫുൾ ടൈം മെമ്പേഴ്സ് ആയിട്ടുള്ളവരുടെ നെയിംസ് ഒന്ന് നോക്കുക. VK സരസ്വത്, രമേശ് ചന്ദ്, VK പോൾ, അരവിന്ദ് വീരമണി. ഈ നെയിംസ് ഒന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് CEO ആണ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ BVR സുബ്രഹ്മണ്യം. ഇനി നെക്സ്റ്റ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിട്ട് 4 യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഒരു മെമ്പർഷിപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡിഫൻസ് മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ,
അതേപോലെ അഗ്രികൾച്ചർ മിനിസ്റ്റർ ആൻഡ് ഫിനാൻസ് മിനിസ്റ്റർ. സോ നീതി ആയോഗിന്റെ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ ഒന്ന് ഓർത്തിരിക്കുന്നതും നല്ലതാണ്. സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് PSCയുടെ വളരെയധികം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നൊബേൽ പ്രൈസ്. സോ ഇവിടെ നമുക്ക് നോക്കാം നൊബേൽ പ്രൈസ് ഫോർ എക്കണോമിക്സ് 2024 ആർക്കൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന്, ഓർ നമുക്ക് ഏത് ടോപ്പിക്കിനാണ് എന്ത് സ്റ്റഡീസിനാണ് നമുക്ക് നൊബേൽ പ്രൈസ് ലഭിച്ചതെന്ന് ആദ്യം തന്നെ നോക്കാം. ഫോർ ദ സ്റ്റഡീസ് ഓഫ് ഹൗ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഫോംഡ് ആൻഡ് എഫക്ട് ദ പ്രോസ്പെരിറ്റി. സോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം, എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം, ആൻഡ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെയും ഇമ്പാക്ട്, ഡെവലപ്മെന്റിനുള്ള ഇമ്പാക്ട്, അതേപോലെ രാജ്യങ്ങളുടെ പ്രോസ്പെരിറ്റിക്കുള്ള ഇമ്പാക്ട്. ഇപ്പൊ നമ്മൾ പ്രസന്റ്ലി കാണുന്ന ഡിസ്പാരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇൻകം ഇനക്വാളിറ്റി ഉണ്ട്. സോ അതിലേക്കൊക്കെ എങ്ങനെയാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെ പറ്റിയാണ് ഈ പ്രാവശ്യം നൊബേൽ പ്രൈസ് ലഭിച്ച വ്യക്തികൾ പഠിച്ചിരിക്കുന്നത്. സോ ആർക്കൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പേഴ്സണാലിറ്റി വൈസ് ഡാരൻ, സൈമൺ ആൻഡ് ജെയിംസ്. ആ പേരുകൾ ഓർത്തിരിക്കുക. ആരൊക്കെയാണ്? ഡാരൻ, സൈമൺ ആൻഡ് ജെയിംസ് ആണ്. ആ പേരുകൾ ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. അതേപോലെ ഏത് സ്റ്റഡീസ് ആണ് എന്നും ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഇനി 2023 ആർക്കായിരുന്നു ലഭിച്ചത്? ക്ലൗഡിയ ഗോൾഡിനാണ്. ഏത് ടോപ്പിക് ആയിരുന്നു, അല്ലെങ്കിൽ ആ റിസർച്ച് സ്റ്റഡി എന്തായിരുന്നു? വിച്ച് ഇസ് റിലേറ്റഡ് ടു ജെൻഡർ പേ ഗ്യാപ്സ് അല്ലെ. 2023 ക്ലൗഡിയ ഗോൾഡിനാണ് ആ റിസർച്ച് ടോപ്പിക് എന്ന് പറയുന്നത് ജെൻഡർ പേ ഗ്യാപ്സിനായിരുന്നു. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നോക്കാം. അതായത് നൊബേൽ ഇക്കണോമിക് പ്രൈസ് എന്ന് പറയുന്നത് ഒറിജിനലി നൊബേൽ പ്രൈസിന്റെ ഭാഗമായിരുന്നില്ല. പിന്നെ എങ്ങനെയായിരുന്നു? ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ സ്വീഡിഷ് സെൻട്രൽ ബാങ്ക് അല്ലെ. സ്വീഡിഷ് സെൻട്രൽ ബാങ്ക് ആണ് നൊബേൽ പ്രൈസ് ഇൻ എക്കണോമിക്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. സോ ഇറ്റ് ഈസ് ഒഫീഷ്യലി കോൾഡ് ബാങ്ക് ഓഫ് സ്വീഡൻ പ്രൈസ് ഇൻ എക്കണോമിക് സയൻസ് ഇൻ മെമ്മറി ഓഫ് ആൽഫ്രഡ് നോബൽ. സോ ഒഫീഷ്യലി ഉള്ള അല്ലെങ്കിൽ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട നൊബേൽ പ്രൈസിൽ നമ്മുടെ നൊബേൽ എക്കണോമിക് പ്രൈസ് ഉണ്ടായിരുന്നില്ല. പിന്നീട് സ്വീഡിഷ് ബാങ്ക്, സ്വീഡിഷ് സെൻട്രൽ ബാങ്ക് ആണ് ഈ ഒരു പർട്ടിക്കുലർ മേഖലയിലേക്കുള്ള നൊബേൽ പ്രൈസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഇന്ത്യാസ് GDP ഗ്രോത്ത് റേറ്റ്. സോ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഏരിയ ആണ്, എന്നാൽ പോലും നമുക്ക് നോക്കാം. ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്, അതായത് 23-24 ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 8.2% ആണ്. അതേപോലെ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മുടെ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. കോൺസ്റ്റന്റ് സ്റ്റഡിലി റൈസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രോത്ത് റേറ്റ് അല്ല ഇന്ത്യക്ക് ഉള്ളത്. അതേപോലെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ 21 നോക്കുകയാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റിലേക്കും പോയിട്ടുണ്ട്. അതായത് കോവിഡിന്റെ ആ ഒരു പർട്ടിക്കുലർ ഇയറിലാണെങ്കിൽ ഇന്ത്യ ഏകദേശം നെഗറ്റീവായിട്ട് -5.8 ആണ് ഇന്ത്യക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ സ്റ്റഡിലി ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഗ്രാഫ് പഠിക്കേണ്ടത്. അതായത് നോക്കുമ്പോൾ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ്, ദെൻ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു ഫാക്റ്റ് ഉണ്ട്. അതായത് അടുപ്പിച്ചുള്ള മൂന്നാമത്തെ വർഷമാണ് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് 7% ഓർ എബവ് 7% ആയിട്ട് ഉയർത്താനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിട്ടുള്ളത്. സോ അതും എക്കണോമിക് സർവേയിൽ വന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്. അതായത് കോൺസിക്യൂട്ടീവ് ആയിട്ട് ദിസ് ഈസ് ദ തേർഡ് ടൈം ദാറ്റ് ഇന്ത്യ ഹാസ് അച്ചീവ്ഡ് എബവ് 4%. സോ ആ ഒരു ഫാക്റ്റും നിങ്ങൾ ഓർത്തിരിക്കുക. Next is about contribution of different sectors of economy in terms of output or GDP. So നമ്മുടെ രാജ്യത്ത് different sectors of economy ഉണ്ട്. ഏതൊക്കെയാണ് sectors? Primary sectors, secondary sectors and tertiary sectors അല്ലേ. അപ്പോൾ primary എന്ന് പറയുമ്പോൾ agriculture, allied ആയിട്ടുള്ള activities, mining and quarrying ഒക്കെയാണ് primary activitiesൽ വരുന്നത്. സെക്കൻഡറിയിലാണെങ്കിലോ construction, manufacturing, ഇനി public utility industries ആയ electricity, water supply, ഗ്യാസും ആ മുതലായ public utility industries സെക്കൻഡറി സെക്ടറിൽ വരുന്നു. മൂന്നാമതായിട്ട് ടെർഷ്യറി സെക്ടർ നമുക്കെല്ലാം അറിയാം. സോഫ്റ്റ്വെയർ, ബാങ്കിങ്, കമ്മ്യൂണിക്കേഷൻ മുതലായ ട്രാൻസ്പോർട്ടേഷൻ മുതലായ കാര്യങ്ങളൊക്കെയും ടെർഷ്യറി സെക്ടറിൽ വരുന്നു. ഇനി ഓരോ സെക്ടേഴ്സും എങ്ങനെയാണ് ഇന്ത്യയുടെ GDPയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് നോക്കാം. ഈ ഓരോ സെക്ടേഴ്സും എങ്ങനെയാണ് ഇന്ത്യയുടെ GDP കോൺട്രിബ്യൂഷനിലേക്ക് അവരുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് നമുക്ക് നോക്കാം. സോ ഇവിടെ പ്രൈമറി സെക്ടർ അറൌണ്ട് 17.7% ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതേസമയം സെക്കൻഡറി സെക്ടർ നോക്കുകയാണെങ്കിൽ 27.6% ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി ടെർഷ്യറി സെക്ടർ നോക്കുകയാണെങ്കിൽ അറൌണ്ട് 54.7% ആണ് ഇന്ത്യയുടെ GDPയിലേക്ക് കോൺട്രിബ്യൂഷൻ നൽകുന്നത്.
In the same way, contribution of different sectors of economy in terms of employment നമ്മൾ അറിഞ്ഞിരിക്കണം. നേരത്തെ നമ്മൾ എന്താ നോക്കിയത്? GDP കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടത് എംപ്ലോയ്മെന്റിൽ എങ്ങനെയാണ് ഈ മൂന്ന് സെക്ടേഴ്സും അവരുടെ കോൺട്രിബ്യൂഷൻ നൽകുന്നത് എന്ന് നമ്മൾ നോക്കണം. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രൈമറി സെക്ടേഴ്സിൽ അറൌണ്ട് 46.1% എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നു. സെക്കൻഡറി സെക്ടർ ആണെങ്കിൽ അറൌണ്ട് 25% ഓളം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നു. ആൻഡ് ദെൻ സർവീസ് സെക്ടർ ആണെങ്കിൽ അറൌണ്ട് 29% ആണ് വർക്ക് ചെയ്യുന്നത്, ഇന്ത്യൻ പോപ്പുലേഷൻ വർക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു ഡേറ്റ എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ടുള്ള പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ടിന്റെ ഡേറ്റ പ്രകാരമാണ് നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. In the same way, നമുക്ക് കേരളത്തിന്റെ ഡിഫറെന്റ് സെക്ടേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ, കേരളത്തിന്റെ GSDP കോൺട്രിബ്യൂഷൻ നമുക്ക് നോക്കാം. ഇവിടെ അഗ്രികൾച്ചർ ആണെങ്കിൽ അറൌണ്ട് 11% ആണ് GSDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്. മാനുഫാക്ചറിംഗ് ആണെങ്കിൽ 25%. അതേസമയം സർവീസ് സെക്ടർ നോക്കുകയാണെങ്കിൽ 64%ആണ് കേരളത്തിന്റെ GSDPയിലേക്ക് കോൺട്രിബ്യൂഷൻ വഹിക്കുന്നത്. സോ ഡിഫറെന്റ് സെക്ടേഴ്സിന്റെ ആ ഒരു കോൺട്രിബ്യൂഷനും കേരള വൈസും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. So the next data is related to current account deficit ആണ്. സോ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ 2 അക്കൗണ്ടുകളുണ്ട്, കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്. സോ കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ ഗുഡ്സുകളുടെയും സർവീസുകളുടെയും ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ട്രാൻസ്ഫർ പേയ്മെന്റ്സ്, അതായത് റെമിറ്റൻസസ്, ഗിഫ്റ്റ്സ്, അതേപോലെ പ്രോഫിറ്റ്, റെന്റ്, ഇൻട്രസ്റ്റ്, ഈ വക ട്രാൻസാക്ഷൻസ് മറ്റ് രാജ്യങ്ങളുമായിട്ട് നടത്തുമ്പോൾ അതൊക്കെ റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ ഹിയർ നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത് 2024-25 Q1, അതായത് ഏതൊക്കെ മാസങ്ങളായിരിക്കും? ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ ഇന്ത്യയുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണ്. ആ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അറൌണ്ട് $9.7 ബില്യൺ ആണ് ഇന്ത്യക്ക് ഡെഫിസിറ്റ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അതായത് 23-24 Q1 കമ്പയർ ചെയ്യുകയാണെങ്കിൽ അറൌണ്ട് $8.9 ബില്യൺ ആണ് ഇവിടെ നമുക്ക് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് നമുക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് Q4 23-24 ഇത് ഏത് മാസങ്ങളായിരിക്കാം? ജനുവരി, ഫെബ്രുവരി, മാർച്ച് 2023-24, അതായത് 2024 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഇന്ത്യക്ക് കറണ്ട് അക്കൗണ്ട് സർപ്ലസ് ആയിരുന്നു ലഭിച്ചിരുന്നത്. സോ ഈ രണ്ട് ഡേറ്റയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അറ്റ് പ്രസന്റ് ഇന്ത്യക്ക് ഉണ്ടായ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ വൈഡൻ ആയിരിക്കുകയാണ്, വിച്ച് ഇസ് നോട്ട് അറ്റ് ഓൾ എ ഗുഡ് ട്രെൻഡ് ഫോർ ഇന്ത്യൻ എക്കണോമി. So the next current affairs is related to വിഴിഞ്ഞം പോർട്ട്. സോ വിഴിഞ്ഞം പോർട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയുടെ ഫസ്റ്റ് ഡീപ് വാട്ടർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ കറണ്ട് അഫെയറിൽ വന്ന മറ്റ് ന്യൂസുകൾ, ഇറ്റ് റിസീവ്ഡ് ഇറ്റ്സ് ഫസ്റ്റ് മദർഷിപ്പ്. സോ വിഴിഞ്ഞം പോർട്ട് അവരുടെ ഫസ്റ്റ് മദർഷിപ്പ് റിസീവ് ചെയ്യുകയുണ്ടായി. ആ മദർഷിപ്പിന്റെ പേര് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. MV സാൻ ഫെർണാണ്ടോ എന്നാണ് ആ ഒരു ഫസ്റ്റ് മദർഷിപ്പിന്റെ നെയിം എന്ന് പറയുന്നത്. അതേപോലെ നമുക്കറിയാമല്ലോ, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് PPP മോഡലാണ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡലിലാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അതിൽ തന്നെ ഒരു സബ് മോഡൽ ഉണ്ട്, അതായത് ഡിസൈൻ, ബിൽഡ്, ഫിനാൻസ്, ഓപ്പറേറ്റ്, ട്രാൻസ്ഫർ. സോ ഈ ഒരു മോഡലിലാണ്, PPPയിൽ ഡിഫറെന്റ് മോഡൽസ് ഉണ്ട്. അതിലെ ഈ പറഞ്ഞിരിക്കുന്ന DBFOT മോഡലിലാണ് നമ്മൾ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് കറണ്ട് അഫേഴ്സ് ഉണ്ട്. അവിടെ ഫസ്റ്റ് ഫീഡർഷിപ്പ് അറൈവ് ചെയ്യുകയുണ്ടായി, സെക്കൻഡ് ഫീഡർഷിപ്പും വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഫീഡർഷിപ്പിന്റെ നെയിം ഒന്ന് ഓർത്തിരിക്കാം, മാറിൻ അസൂർ എന്നാണ് ഫസ്റ്റ് ഫീഡർഷിപ്പിന്റെ നെയിം. മറ്റൊരു ഇമ്പോർട്ടൻസും കൂടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിനുണ്ട്, അതായത് ഇന്ത്യയുടെ ഫസ്റ്റ് സെമി ഓട്ടോമേറ്റഡ് പോർട്ടാണ്. ദാറ്റ് മീൻസ് ഇന്ത്യയുടെ ഫസ്റ്റ് സെമി ഓട്ടോമേറ്റഡ് പോർട്ടാണ്. സെമി ഓട്ടോമേറ്റഡ് ക്രെയിൻസുകൾ ഇവിടെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിന്റെ കറണ്ട് അഫേഴ്സ് ന്യൂസുകൾ. സോ നെക്സ്റ്റ് നമുക്ക് ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ഒന്ന് വളരെ ക്വിക്കായിട്ട് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് ബഡ്ജറ്റിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അത് കാണാൻ സാധിക്കാത്തവർക്ക് അല്ലെങ്കിൽ സമയമില്ലാത്തവർക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ബഡ്ജറ്റിലെ മേജർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. സോ ഹിയർ ബഡ്ജറ്റിന്റെ ഒരു തീം എന്ന് പറയുന്ന പാത്ത് വേ ടു വികസിത് ഭാരത് ബൈ 2047 ആണ്. അതിൽ തന്നെ ബഡ്ജറ്റിൽ മേജർ ആയിട്ട് 4 മേജർ ഏരിയാസ് അല്ലെങ്കിൽ 4 മേജർ കാസ്റ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ 4 മേജർ വ്യക്തികളെ അല്ലെങ്കിൽ സെക്ടേഴ്സിനെ നോക്കുന്നുണ്ട്. ഫസ്റ്റ് ഈസ് ഗരീബ്, പുവർ സെക്ഷൻസിനെ നോക്കുന്നു. അതേപോലെ മഹലിയൻ ഓർ വിമനെ കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്യുന്നു. അതേപോലെ യൂത്ത്സിനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് അന്നദത്ത ഓർ ഫാമേഴ്സിനെ ഏറ്റവും കൂടുതലായിട്ട് നോക്കുന്നു. സോ 4 മേജർ കാസ്റ്റ് അല്ലെങ്കിൽ 4 മേജർ ഏരിയാസ് ആണ് ഇവിടെ ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്നത്. ഇനിയും നമ്മുടെ ഈ ഒരു ബഡ്ജറ്റിലെ തീംസ് എന്ന് പറയുന്നതും എഗെയിൻ 4 ഏരിയാസ് ആണ്. എംപ്ലോയ്മെന്റ്,
സ്കില്ലിംഗ്, MSMEs ആൻഡ് മിഡിൽ ക്ലാസ്. സോ തീംസും നിങ്ങൾ മറക്കാതിരിക്കുക, എംപ്ലോയ്മെന്റ്, സ്കില്ലിംഗ്, MSMEs ആൻഡ് മിഡിൽ ക്ലാസ്. സോ ഇനി ബഡ്ജറ്റിൽ പ്രധാനമായിട്ടും 9 പ്രയോറിറ്റീസ് ആണുള്ളത്. ആ പ്രയോറിറ്റീസ് ഒക്കെയും തന്നെ ഫസ്റ്റ് ഈസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് റെസിലിയൻസ് ഇൻ അഗ്രികൾച്ചർ, നെക്സ്റ്റ് ഈസ് എംപ്ലോയ്മെന്റ് ആൻഡ് സ്കില്ലിംഗ്, തേർഡ് വൺ ഈസ് ഇൻക്ലൂസീവ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, ആൻഡ് തേർഡ് ഈസ് മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസസ്, ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് urban development, sixth is energy security, and seventh is infrastructure, eighth is innovation, research and development, and finally ninth one is next generation reforms ആണ് മേജർ ആയിട്ടുള്ള ബഡ്ജറ്റ് പ്രയോറിറ്റീസ് എന്ന് കാണാൻ സാധിക്കുന്നത്. So the next data is rupee comes from. So എവിടെ നിന്നാണ് ഗവൺമെന്റ് പണം ലഭിക്കുന്നത് എന്നുള്ളതാണ്. സോ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഏരിയയിൽ നിന്നും സ്ഥിരമായി ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. സോ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് എവിടെ നിന്നാണ് ഫണ്ട് കിട്ടുന്നത് എന്നുള്ളത് നോക്കുക. സോ ഹിയർ നമുക്ക് കാണാൻ സാധിക്കും ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് ആണ്. കടം എടുത്താണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ഗവൺമെന്റിന് ലഭിക്കുന്നത്. പിന്നീട് ഗവൺമെന്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഇൻകം ടാക്സ് ആണ്, അതിനുശേഷം GST, ദെൻ എവിടെ നിന്നാണ് കോർപ്പറേഷൻ ടാക്സ് ആണ്. സോ ഈ ഒരു ട്രെൻഡ് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, ഒന്നെങ്കിൽ ഡിക്രീസിങ് ഇൻക്രീസിങ് ഓർഡർ, രണ്ട് രീതിയിലും നിങ്ങൾ ഓർത്തിരിക്കണം. സോ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഒരു ഏരിയ. ഇൻ ദ സെയിം വേ എങ്ങനെയാണ് ഗവൺമെന്റ് ഈ പണം എക്സ്പെൻഡിച്ചർ ചെയ്യുന്നത്, എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അറൌണ്ട് 21% സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് ആണ്. അതായത് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റുകൾക്ക് ടാക്സും ഡ്യൂട്ടീസും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിന്റെ ഒരു ഡേറ്റയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 21% ആണ്. അതിനുശേഷം ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ്. അറൌണ്ട് 19% ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആയിട്ടാണ് ഗവൺമെന്റ് അവരുടെ ഫണ്ട് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ 16% ആണ്. 16% എന്ന് പറയുന്നത് സെൻട്രൽ സെക്ടർ സ്കീംസ് ആണ്. സെൻട്രൽ സെക്ടർ സ്കീംസിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. സോ ഇതിലും നമ്മൾ ആ ഒരു ഇൻക്രീസിങ് ട്രെൻഡും ഡിക്രീസിങ് ട്രെൻഡും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഡെഫിസിറ്റിന്റെ ഒരു ട്രെൻഡ് നോക്കാം. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ ആ ട്രെൻഡ് നോക്കുക. ദാറ്റ് ഈസ് 5.6% നമുക്ക് കുറയ്ക്കാനായിട്ട് ഗവൺമെന്റിന് പറ്റിയിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇയർ 24 ആയപ്പോഴത്തേക്കും ഏകദേശം 5.6 ഗവൺമെന്റിന് ഫിസ്ക്കൽ ഡെഫിസിറ്റ് അഥവാ ടോട്ടൽ ബോറോയിങ്സ്, ആ ഒരു പർട്ടിക്കുലർ ഇയറിലേക്കുള്ള ബോറോയിങ്സ് ഗവൺമെന്റിന് കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ആസ് പെർ ദ റീസൺ ഡേറ്റ വെച്ചിട്ടാണെങ്കിൽ, ബഡ്ജറ്റ് വെച്ചിട്ടാണെങ്കിൽ 4.9% കുറയ്ക്കണം എന്നുള്ളതാണ് ഗവൺമെന്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇവിടെ 5.6 നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു. ഗവൺമെന്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതും ടാർഗറ്റ് ചെയ്യുന്നതും 4.9% ടോട്ടൽ ബോറോയിങ്സ് അഥവാ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കണം എന്നുള്ളതാണ്. അടുത്തതായിട്ട് ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ്, അതായത് ഗവൺമെന്റ് ഹാസ് അബോളിഷ്ഡ് ഏഞ്ചൽ ടാക്സ്. ഏഞ്ചൽ ടാക്സ് അബോളിഷ് ചെയ്യുകയുണ്ടായി. അൺലിസ്റ്റഡ് കമ്പനീസ് ഓർ അൺലിസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്സിന് അധികമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ലഭിക്കുകയാണെങ്കിൽ, അവരുടെ ഫെയർ മാർക്കറ്റ് മൂല്യത്തിനെക്കാട്ടിലും അമിതമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ലഭിക്കുകയാണെങ്കിൽ ആ അധിക ഫണ്ടിലേക്കായിരുന്നു എന്ത് ഏഞ്ചൽ ടാക്സ് ഇമ്പോസ് ചെയ്തിരുന്നത്. സോ നൗ ഗവൺമെന്റ് ഹാസ് അബോളിഷ്ഡ് ഏഞ്ചൽ ടാക്സ്. അതുകൊണ്ട് തന്നെ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിനും കൂടുതൽ ഫണ്ടുകൾ സ്റ്റാർട്ടപ്സിലേക്ക് ലഭിക്കുന്നതിനും ഈ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പ് നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ നോക്കുകയാണെങ്കിൽ പുതിയൊരു സ്കീം വന്നിട്ടുണ്ട്. നാമോ ഡ്രോൺ ദീദി സ്കീമാണ്. സോ നമ്മുടെ ഇന്ത്യൻ അഗ്രികൾച്ചർ മോഡേണൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഡ്രോൺ സ്കീം വന്നിരിക്കുന്നത്, ഡ്രോൺ ദീദി സ്കീം വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ പ്രധാനപ്പെട്ട നമുക്ക് അറിയേണ്ടത് ഡ്രോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അറൌണ്ട് 15,000 വിമൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനാണ് ഈ ഒരു ഡ്രോൺ ഡിസ്ട്രിബ്യൂഷൻ ഗവൺമെന്റ് നൽകുന്നത്. സോ ദാറ്റ് വി ക്യാൻ മോഡേണൈസ് ദ ഇന്ത്യൻ അഗ്രികൾച്ചർ. ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ എഫിഷ്യൻസി കൂട്ടുന്നതിന് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഓഫ് കോഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. സോ പിന്നീട് എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് സിസ്റ്റം, മെയിൻ്റനൻസും റിപ്പയറും അങ്ങനെയുള്ള സപ്പോർട്ട് സിസ്റ്റവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്റഗ്രേഷൻ, അതായത് ട്രഡീഷണൽ ഫാമിംഗ് സിസ്റ്റവും ഈ ഒരു മോഡേൺ ടെക്നോളജിയും ഇന്റഗ്രേറ്റ് ചെയ്യുവാനും ഗവൺമെന്റ് ഇവിടെ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ ജോബ് ക്രിയേഷൻ പുതിയ രീതിയിലുള്ള ജോബ് ക്രിയേഷനും ഗവൺമെന്റ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ആണ് എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. ഓൾറെഡി വി ആർ ഹാവിംഗ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം അല്ലേ? അതേപോലെ തന്നെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച മറ്റൊരു സ്കീമാണ് എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. ഇതിൽ തന്നെ പ്രധാനപ്പെട്ടും മൂന്ന് സ്കീമുകൾ ഉണ്ട്. സ്കീം എ, സ്കീം ഇ, സ്കീം ബി ആൻഡ് സ്കീം സി. ഇവിടെ സ്കീം എ നോക്കുകയാണെങ്കിൽ 1 month വേജ് ആണ്. പുതിയതായിട്ട് ജോലി ലഭിക്കുന്ന വ്യക്തികൾക്കാണ് ഇവിടെ 1 month വേജ്, അതായത് 3 തവണകളായിട്ട് 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 15,000 രൂപ വരെയാണ് ഗവൺമെന്റ് ഈ ഒരു രീതിയിൽ ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ മാസം 1 ലക്ഷം രൂപ
ശമ്പളം ലഭിക്കുന്ന എംപ്ലോയീസിനെ വരെ എടുക്കുകയുള്ളൂ, അതായത് കാൽക്കുലേറ്റ് ചെയ്യുകയുള്ളൂ. 1 ലക്ഷത്തിന് മുകളിലാണ് ആ എംപ്ലോയീസിന്റെ സാലറി എങ്കിൽ ഈ തരത്തിലുള്ള ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നതല്ല. 1 ലക്ഷം രൂപ വരെയാണ് വേജ് എങ്കിൽ ഈ തരത്തിലുള്ള ഇൻസെന്റീവ്സ് 15,000 രൂപ വരെ 15,000 റുപ്പീസ് വരെ 3 തവണകളായിട്ട് ഇൻസ്റ്റാൾമെന്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ സ്കീം ബി എന്തായിരിക്കും? ബോത്ത് എംപ്ലോയീസ് ആൻഡ് എംപ്ലോയേഴ്സിന് ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യാണ് ബേസ്ഡ് ഓൺ ദർ EPFO കോൺട്രിബ്യൂഷൻ അനുസരിച്ച്. ആദ്യത്തെ 4 വർഷത്തേക്ക് ബോത്ത് എംപ്ലോയീസിനും എംപ്ലോയേഴ്സിനും ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്കീം സി എന്തായിരിക്കും? എംപ്ലോയേഴ്സിന് മാത്രമാണ് ഇവിടെ ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് അവരുടെ EPFO കോൺട്രിബ്യൂഷൻ അനുസരിച്ചായിരിക്കും ആദ്യത്തെ 2 വർഷം 3000 രൂപ വെച്ചിട്ടാണ് മന്ത്ലി 3000 റുപ്പീസ് ആയിരിക്കും എംപ്ലോയേഴ്സിന് ഈ രീതിയിൽ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇൻസെന്റീവ്സ് ലഭിക്കുന്നത്. സോ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിൽ പ്രധാനപ്പെട്ടും 3 സ്കീംസുകളാണ് ഉള്ളത്. പിന്നീട് റീസെന്റ് വന്നിരിക്കുന്ന മേജർ ആയിട്ടുള്ള സ്കീംസുകൾ നോക്കാം. വൺ ഈസ് പ്രധാനമന്ത്രി ജൻ ജതിയ ഉന്നത് ഗ്രാം അഭിയാൻ ഫോർ ഇംപ്രൂവിംഗ് ദ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ട്രൈബൽ പീപ്പിൾ ആണ്. അറൌണ്ട് 63,000 വില്ലേജസിലേക്കാണ് ഈ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം കവർ ചെയ്യുന്നതും. അതേപോലെ അറൌണ്ട് 5 crore ട്രൈബൽ പീപ്പിളിനാണ് ഇത് ബെനിഫിറ്റ് ആകും എന്നുള്ളത് ഗവൺമെന്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. മറ്റൊരു പ്രോഗ്രാമാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജലി യോജന. സോ ആസ് ടു ഇൻസ്റ്റാൾ റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ അറൌണ്ട് ഫ്രീ ഇലക്ട്രിസിറ്റി ആണ്. മന്ത്ലി 300 യൂണിറ്റ്സ് ആണ് എല്ലാ ഹൗസ് ഹോൾഡ്സിനും, അല്ലെങ്കിൽ 1 crore ഹൗസ് ഹോൾഡ്സ് ആണ് ഇവിടെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. 1 crore ഹൗസ് ഹോൾഡ്സിന് 300 യൂണിറ്റ്സ് പെർ മന്ത് ഫ്രീ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജലി യോജന മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സോ റീസെന്റ് മുദ്ര ലോൺസിലും കുറച്ച് കാര്യങ്ങൾ അഡീഷണലി ബഡ്ജറ്റിൽ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് മുദ്ര ലോൺസിൽ പ്രധാനപ്പെട്ട 3 കാറ്റഗറിയാണ് ശിശു, കിഷോർ, തരുൺ അല്ലേ. ആ ശിശു, കിഷോർ, തരുണിലുള്ള 3 കാറ്റഗറി നമുക്കറിയാം. എന്നാൽ മൂന്നാമത്തെ കാറ്റഗറി ആ തരുണിൽ ഓൾറെഡി ലോൺ എടുത്ത് ലോൺ കറക്റ്റായിട്ട് റീപേ ചെയ്തവർക്ക് എത്ര രൂപ വരെ അഡീഷണൽ എടുക്കാം? 20 lakh വരെയും അവർക്ക് തുക അഡീഷണൽ ആയിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളൊരു ക്ലോസും കൂടെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് പ്രോപ്പർലി എന്ത് ചെയ്യുക? റീപേ ചെയ്യുക. അങ്ങനെ പ്രോപ്പർലി റീപേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ഫണ്ടുകൾ തരും എന്നുള്ളൊരു ഉറപ്പാണ് ഗവൺമെന്റ് ഈ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിലൂടെ മുന്നോട്ട് വെക്കുന്നത്. So the next news is about Lucky Bill app. സോ ലക്കി ബിൽ ആപ്പ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. കേരള ഗവൺമെന്റിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് ലക്കി ബിൽ ആപ്പ്. ഇപ്പോൾ കൺസ്യൂമേഴ്സ് ആയ നമ്മൾ ഓരോരുത്തരും കമ്മോഡിറ്റീസ് പർച്ചേസ് ചെയ്യുമ്പോൾ, ബോത്ത് പ്രൊഡക്ട്സ് ആസ് വെൽ ആസ് സർവീസുകളുടെ പർച്ചേസ് നടത്തുമ്പോൾ നമുക്ക് ബില്ല് ലഭിക്കുന്നു. നമ്മൾ GST പേ ചെയ്തായിട്ട് ബില്ലിലുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ബില്ലുകൾ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ആപ്പിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ എന്തിനായിരിക്കാം ഇങ്ങനെ ഒരു ആപ്പ് ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? ദ ബേസിക് റീസൺ ഈസ് ടു ഡെവലപ്പ് ദ കൾച്ചർ, ആസ്ക് ഫോർ ബിൽസ് കൾച്ചർ എന്നുള്ള ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാനാണ്. അതൊരു ബിൽ കൾച്ചർ നമ്മളുടെ ഇടയിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പർട്ടിക്കുലർ ലക്കി ബിൽ ആപ്പ് കൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് കൺസ്യൂമേഴ്സിന് അവർക്ക് ബില്ല് ലഭിക്കുകയും GST പേ ചെയ്തതായിട്ടുള്ള ആ ബില്ല് ലഭിക്കുകയും ആ ബില്ല് നമുക്ക് ഈ ആപ്പിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് കൺസ്യൂമേഴ്സിന് ഒരു വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ഒക്കെ നമുക്ക് പ്രൈസുകൾ, ആ ബില്ല് അപ്ലോഡ് ചെയ്യുന്ന കൺസ്യൂമേഴ്സിന് പ്രൈസുകൾ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് GST ഡിപ്പാർട്ട്മെന്റിന് എഫക്റ്റീവ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൺസ്യൂമേഴ്സ് അവർ പേ ചെയ്ത GSTയുടെ ബില്ല് അപ്ലോഡ് ചെയ്യുന്നു. അതേപോലെ ഷോപ്പ് സെല്ലേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സ് അവരുടെ GST റിട്ടേൺ ഫയൽ ചെയ്യുന്നു. സോ ദാറ്റ് ഗവൺമെന്റ് ക്യാൻ ക്രോസ് ചെക്ക് ചെയ്യാനും ക്രോസ് വെരിഫൈ ചെയ്യാനും ഈ 2 ബിൽസ് കൊണ്ട്, ഒന്ന് ഷോപ്പ് സെല്ലേഴ്സ് അല്ലെങ്കിൽ ഷോപ്പ് കീപ്പേഴ്സ് അപ്ലോഡ് ചെയ്യുന്ന റിട്ടേൺ ഫയൽ ചെയ്യുന്ന അത് വെച്ചിട്ടും. നെക്സ്റ്റ് ഈസ് അബൌട്ട് ലക്കി ബിൽ ആപ്പ് ആണ്. സോ എന്താണ് ലക്കി ബിൽ ആപ്പ്? നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. കേരള ഗവൺമെന്റ് ഒരു ഇനിഷ്യേറ്റീവ് ആണ് ലക്കി ബിൽ ആപ്പ് എന്ന് പറയുന്നത്. എന്തിനായിരിക്കാം ഇങ്ങനെ ഒരു ആപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്? സോ ആസ് ടു പ്രൊമോട്ട് ദ ആസ്ക് ഫോർ ബിൽസ് കൾച്ചർ. അതായത് കൺസ്യൂമേഴ്സ് സേവനങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്ട്സുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ ബില്ല് ചോദിച്ച് മേടിക്കുക എന്നുള്ളൊരു കൾച്ചർ നമ്മളുടെ ഇടയിൽ വളർത്തുക. എന്നിട്ട് കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യാം? GST പേ ചെയ്തിട്ടുള്ള ബില്ലുകൾ ഈ പർട്ടിക്കുലർ ആപ്പിൽ അപ്ലോഡ് ചെയ്യുക. ഗവൺമെന്റ് വീക്ക്ലി മന്ത്ലി ഒക്കെ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്നും സമ്മാനങ്ങൾ, ഇൻസെന്റീവ്സ് കൊടുക്കുന്നതാണ്. അവർ ലക്കി ബിൽ ഡ്രോ ചെയ്ത് ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ എന്തിനായിരിക്കാം ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്? സോ ബേസിക്കലി GST ഡിപ്പാർട്ട്മെന്റ് ഈ ഷോപ്പ് കീപ്പേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സ് GST റിട്ടേൺ ഫയൽ ചെയ്യുന്നതും നമ്മൾ ഈ അപ്ലോഡ് ചെയ്തിട്ടുള്ള ബില്ലുകളും തമ്മിൽ ക്രോസ് ചെക്ക് ചെയ്യുകയും ദെയർബൈ ഇഫ് ഷോപ്പ് കീപ്പേഴ്സ് എന്തെങ്കിലും രീതിയിലുള്ള മാൽ പ്രാക്ടീസ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുവാനും ക്രോസ് വെരിഫൈ ചെയ്യുവാനും സാധിക്കുന്നു. Thereby they can eliminate tax evasions. ഷോപ്പ്കീപ്പേഴ്സിനോ ട്രേഡേഴ്സിനോ യാതൊരു വിധത്തിലും ടാക്സ് ഇവേഷൻ ചെയ്യാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള മെക്കാനിസം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിന് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ വേണ്ടത് ജനങ്ങളുടെ പങ്കാളിത്തമാണ്. സോ നമ്മൾ ബില്ല് ചോദിച്ച് മേടിക്കുമ്പോൾ
എന്താ സംഭവിക്കുക, നമുക്ക് ആ ബില്ല് ഈ ആപ്പിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് സമ്മാനങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഇനി ഗവൺമെന്റിന് GST ഡിപ്പാർട്ട്മെന്റ് ക്രോസ് ചെക്ക് ചെയ്യാനും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് കേരള ഗവൺമെന്റ് ഇങ്ങനെ ഒരു ആപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സോ ഇനി GSTയിൽ പ്രധാനമായിട്ട് വന്നിരിക്കുന്ന കറണ്ട് അഫേഴ്സിൽ ഒന്ന്, GST ഓൺ രജിസ്റ്റേർഡ് പോസ്റ്റ് ആൻഡ് കൊറിയർ സർവീസ് എത്ര പെർസെൻറ്റേജ് ആണ് GST ചാർജ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. ദാറ്റ് ഈസ് അറൌണ്ട് 18% ആണ് കറന്റ് ഇമ്പോസ് ചെയ്തിരിക്കുന്ന രജിസ്റ്റേർഡ് പോസ്റ്റ് ആസ് വെൽ ആസ് കൊറിയർ സർവീസ്. അതേപോലെ മറ്റൊരു മേഖലയുണ്ട്, അതായത് GST ഓൺ ഓൺലൈൻ ഗെയിമിംഗ്, കാസിനോസ് ആൻഡ് ഹോഴ്സ് റേസിംഗ്. എത്ര ശതമാനമാണ്? 28% ആണ് GST ഇമ്പോസ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ പ്രധാനപ്പെട്ട മറ്റ് രണ്ട് ഇൻഫർമേഷൻ നോക്കാം. GST ഇംപ്ലിമെന്റ് ചെയ്തിട്ട് 7 വർഷം തികയുകയാണ്. സോ GST ഇംപ്ലിമെന്റ് ചെയ്തത് ഏത് ആക്ട് ആണ്? 101 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആണ് 2016. അതേപോലെ നമുക്കൊരു GST കൗൺസിൽ ഉണ്ട്. ആർട്ടിക്കിൾ 279A പ്രകാരമാണ് GST കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. Next current affair is related to 16th Finance Commission members ആണ്. So recently 16th Finance Commission നമ്മൾ constitute ചെയ്തു. So അതിന്റെ chairman ശ്രീ അരവിന്ദ് പനാഗരിയ, he was the former chairman of Niti Aayog ആണ് അല്ലേ. So currently he is the chairman of 16th Finance Commission. ഇതിലെ മെമ്പേഴ്സിനെ ഒക്കെ ജസ്റ്റ് നോക്കാം. ശ്രീ അജയ് നാരായൺ ഝാ, ശ്രീമതി ആനി ജോർജ് മാത്യു, ഡോക്ടർ നിരഞ്ജൻ രാജദക്ഷ ആൻഡ് ദെൻ ഡോക്ടർ സൗമ്യ ഗാന്ധി ഘോഷ്. സോ ഈ മെമ്പേഴ്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു മലയാളി ഉണ്ട്, ശ്രീമതി ആനി ജോർജ് മാത്യു ആണ്. ഓക്കെ, ഈ ഒരു 16th ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 5 മെമ്പർ അഡ്വൈസറി കൗൺസിലും ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുണ്ട്. സോ ഈ ഒരു 5 മെമ്പർ അഡ്വൈസറി കൗൺസിലിന്റെ കൺവീനർ ആയിട്ട് നിയമിച്ചിരിക്കുന്നത് ഡോക്ടർ പൂനം ഗുപ്ത ആണ്. നെക്സ്റ്റ് കുറച്ച് പേഴ്സണാലിറ്റീസിന്റെ നെയിംസ് നോക്കാം. സിൻസ് PSC പേഴ്സണാലിറ്റീസിന്റെ നെയിംസ് വൈസ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരാറുള്ളത് കൊണ്ടാണ്. സോ IMF ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ട് ഇപ്പോൾ അപ്പോയിന്റഡ് ആയിരിക്കുന്നത് കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ ആണ്. ഹി ഈസ് ദ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫോർ ഇന്ത്യ അറ്റ് IMF ആൻഡ് ഹി വാസ് ദ ഫോർമർ ചീഫ് എക്കണോമിക് അഡ്വൈസർ ഓഫ് ഇന്ത്യ. അപ്പോൾ കറന്റ് ആരായിരിക്കും ഇന്ത്യയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ? ഡോക്ടർ V ആനന്ദ നാഗേശ്വരൻ. Next is also related to a personality, that is Chief Economist and Senior Vice President for Development Economics at World Bank Group. So he is also from India, that is Indermit Gill. Okay, Indermit Gill ആണ് എന്ത് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന? Chief Economist and Senior Vice President for Development Economics at World Bank Group. So next is about some miscellaneous current affairs ആണ്. So the economist Dr. Bimal Jalan. So he was the former RBI governor ആണ്. He wrote a book. ആ ബുക്കിന്റെ പേര് ജസ്റ്റ് നോക്കാം. From Dependence to Self-Reliance, Mapping India's Rise as a Global Superpower. So ഇത് former Reserve Bank of India governor ആയ Dr. Bimal Jalan എഴുതിയ ഒരു പബ്ലിഷ് ചെയ്ത ഒരു ബുക്കാണ്, ഓതർ ചെയ്ത ഒരു ബുക്കാണ്. And next is World Bank's Logistics Performance Index Report 23. So ഇത് ഓൾറെഡി PSC ചോദിച്ച് കണ്ട ഒരു ഏരിയ ആണ് ഈ ഒരു ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ട്. സോ ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ റാങ്ക് ഒന്ന് ഓർത്തിരിക്കുക, 38 ആണ് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. ഇനി ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ട് ആരാണ് പബ്ലിഷ് ചെയ്യുന്നതെന്നും ചോദിക്കാം. വേൾഡ് ബാങ്ക് ആണ്. ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 38 ആണ്. ഇന്ത്യ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് 2014 ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 54 ആയിരുന്നു. അതിൽ നിന്നും ഇന്ത്യ ഒരുപാട് ഇംപ്രൂവ് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Next is India has got its 13th major port. So currently we are having minor port and major port. So ഇപ്പോൾ നമുക്ക് 13ാമത്തെ ഒരു മേജർ പോർട്ട് നമുക്ക് ലഭിക്കുകയുണ്ടായി. അത് മഹാരാഷ്ട്രയിലെ വാധ്വൻ ആണ് 13ാമത്തെ മേജർ പോർട്ട്. ഇറ്റ് വിൽ ബി ദ കൺട്രീസ് ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട്. ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ആകാൻ പോകുന്നത് മഹാരാഷ്ട്രയിലുള്ള വാധ്വൻ പോർട്ട് ആയിരിക്കും. അടുത്തതായിട്ട് നമുക്കൊരു മേജർ കറണ്ട് അഫയർ, WTOയുടെ 13ാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് എവിടെയാണ് നടന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് UAE അബുദാബിയിൽ ആണ് നടന്നത്. അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അടുത്തായിട്ടൊരു സ്കീം ഉണ്ട്, ദാറ്റ് ഈസ് PM ഡ്രൈവ് സ്കീം. PME ഡ്രൈവ് സ്കീമാണ്. മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് നോട്ടിഫൈ ചെയ്ത ഒരു സ്കീമാണ് PM ഡ്രൈവ് സ്കീം എന്ന് പറയുന്നത്. അത് എക്സ്പാൻഷൻ നോക്കിക്കഴിഞ്ഞാൽ PM ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് ആണ്. സോ ബേസിക്കലി അഡോപ്ഷൻ ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ്, അതിന് വേണ്ടിയിട്ട് ജനങ്ങൾ ഇലക്ട്രിക് വെഹിക്കിൾസ് അഡോപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സോ ഇതിൽ തന്നെ ഇൻസെന്റീവ്സ് കൊടുക്കുന്നതും അതേപോലെ മോർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഫോർ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ സ്കീം മുന്നോട്ട് വെച്ചിരിക്കുന്നത്.
സോ നെക്സ്റ്റ് ഈസ് എ ന്യൂ ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അഞ്ചാമതായിട്ട് ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതാണ് നാഫിഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നാഷണൽ ബാങ്ക് ഫോർ ഫിനാൻസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഇതൊരു ആക്ട് മുഖേനയാണ് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 2021 ഒരു ആക്ട് മുഖേനയാണ് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം വന്ന് ക്വസ്റ്റ്യനിൽ വരാം. ഹവർ അതല്ല, ലോങ് ടേം ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ബോഡി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഗവൺമെന്റ് ഓണർഷിപ്പ്, ഇനിഷ്യലി ഗവൺമെന്റ് ഓണർഷിപ്പ് 100% ആണ്. ആൻഡ് ഗവൺമെന്റ് എന്തിലേക്ക് നയിക്കുന്നു, അത് 26% ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇനിഷ്യലി ദിസ് പർട്ടിക്കുലർ ബോഡി ഈസ് 100% ഓൺഡ് ബൈ ഗവൺമെന്റ് ആണ്. സബ്സിക്വന്റ്ലി അത് 26%ലേക്ക് ഗവൺമെന്റ് ഓണർഷിപ്പ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഗവൺമെന്റ് ഇവിടെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് വിൻഫോൾ ടാക്സ് ആണ്. സോ വിൻഫോൾ ടാക്സ് എന്ന് പറയുന്നത് ചില ഇൻഡസ്ട്രീസ് അധികമായിട്ട് പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ട് എങ്കിൽ, അപ്പം ചില എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണമായിരിക്കാം അധികമായിട്ട് പ്രോഫിറ്റ് ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ അധികമായിട്ടുള്ള പ്രോഫിറ്റിൻ്റെ മേളിൽ ചാർജ് ചെയ്യുന്ന, ഇമ്പോസ് ചെയ്യുന്ന ഒരു ടാക്സേഷനാണ് വിൻഫോൾ ടാക്സ് എന്ന് പറയുന്നത്. സോ റീസെൻ്റ്ലി 2022 ഗവൺമെന്റ് ഈ ഒരു വിൻഫോൾ ടാക്സ് ക്രൂഡ് ഓയിൽ ഇൻഡസ്ട്രീസിന്റെ മുകളിൽ ചാർജ് ചെയ്തിരുന്നു. സോ ബേസിക്കലി ഗ്ലോബൽ ഫാക്ടേഴ്സ് കാരണമാണ് പർട്ടിക്കുലർ ആയിട്ടുള്ള ക്രൂഡ് ഓയിൽ ഫാക്ടറീസ്, റിഫൈനറീസിനൊക്കെയും പ്രോഫിറ്റ് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. റഷ്യ ഉക്രൈൻ വാർ ഒക്കെ നടന്നപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഓൺഗോയിങ് വാറിന്റെ ഭാഗമായിട്ട് ക്രൂഡ് ഓയിൽ പ്രൈസസ് ഗ്ലോബൽ ലെവലിൽ ഇൻക്രീസ് ചെയ്യുകയും ദർബൈ നമ്മുടെ രാജ്യത്തുള്ള ഈ സർട്ടൈൻ ഇൻഡസ്ട്രീസിന് കൂടുതൽ വരുമാനം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ കൂടുതലായിട്ട് വരുമാനം ലഭിച്ചതിന് മുകളിൽ ചാർജ് ചെയ്യുന്നതാണ് ഇത് വിൻഫോൾ ടാക്സേഷൻ എന്ന് പറയുന്നത്. സോ എന്തിനായിരിക്കാം വിൻഫോൾ ടാക്സേഷൻ അങ്ങനെ ഇമ്പോസ് ചെയ്യുന്നത്? സോ ആസ് ടു എൻഷുർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആ ഒരു പർട്ടിക്കുലർ പ്രോഫിറ്റ് അല്ലേ. സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് റിലേറ്റഡ് ടു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ FDIയുടെ റീസെന്റ് ആയിട്ട് വന്ന ഡേറ്റയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. സോ ആസ് പെർ ദ ഡേറ്റ ബൈ ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ്, സോ അവരുടെ ഡേറ്റ പ്രകാരം FDI ഇൻഫ്ലോസ് 2023-24 ഇയർ നോക്കുക. 2023-24 FDI ഇൻഫ്ലോസ്, ഇന്ത്യയിലേക്ക് ലഭിച്ച FDI ഇൻഫ്ലോസ് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കമ്പയർ ടു 22-23. സോ 22-23 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 23-24 ഇന്ത്യക്ക് ലഭിച്ച FDIs എന്ന് പറയുന്നത് കൺട്രാക്ഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. അറൌണ്ട് 3.49% ഇന്ത്യക്ക് കൺട്രാക്ഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മഹാരാഷ്ട്രയ്ക്കാണ് ഏറ്റവും കൂടുതൽ FDI ലഭിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ. അതിനുശേഷം ഗുജറാത്ത്, ദെൻ കർണാടക. ഏത് ഇയർ ആണ്? 2023-24 ഡേറ്റയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ എവിടെ നിന്നാണ് ടോപ്പ് സോഴ്സ്, എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഫോറിൻ ഇൻഫ്ലോസ് ഇന്ത്യക്ക് ലഭിച്ചത്? സോ ഫസ്റ്റ് സിംഗപ്പൂരാണ്. സിംഗപ്പൂരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ FDI ഇൻഫ്ലോസ് ഇന്ത്യക്ക് ലഭിച്ചത്. അതിനുശേഷം മൗറീഷ്യസ്, അതിനുശേഷം USA എന്നുള്ളൊരു ട്രെൻഡാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ നെക്സ്റ്റ് ഈസ് ഏത് ഏരിയാസിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് FDI ഇൻഫ്ലോസ് ലഭിച്ചത്? സോ ഹിയർ നമുക്ക് കാണാൻ സാധിക്കുന്നത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ, ദെൻ സർവീസ് സെക്ടേഴ്സ്, ദെൻ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ആണ്. സോ ഈ പറയുന്ന ഏരിയാസിലാണ് ഏറ്റവും കൂടുതലായിട്ടും നമുക്ക് FDI ഇൻഫ്ലോസ് ലഭിച്ചത്. പ്രധാനമായിട്ടും ഓർക്കേണ്ടത് എന്താണ്? കഴിഞ്ഞ വർഷത്തേക്കാൾ 22-23യെക്കാട്ടിലും കുറവാണ് ഇന്ത്യക്ക് 23-24 ലഭിച്ചിരിക്കുന്ന FDI ഇൻഫ്ലോസ്. നെക്സ്റ്റ് ഈസ് പ്രവാഹ് പോർട്ടൽ. സോ പ്രവാഹ് പോർട്ടൽ എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം ഫോർ റെഗുലേറ്ററി ആപ്ലിക്കേഷൻ വാലിഡേഷൻ ആൻഡ് ഓതറൈസേഷൻ പോർട്ടലാണ്. ഈ പോർട്ടൽ എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പോർട്ടലാണ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? സോ ഇറ്റ് ഹെൽപ്സ് ദ ഇൻഡിവിജ്വൽസ് ആൻഡ് എൻറ്റിറ്റീസ് ടു അപ്ലൈ ഫോർ റെഗുലേറ്ററി അപ്രൂവൽസ്, ലൈസൻസസ്, ഓതറൈസേഷൻസ് ഫ്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സോ ഈ ഒരു പർട്ടിക്കുലർ പോർട്ടൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പോർട്ടലായിട്ട് ആക്ട് ചെയ്യുന്നു, ഒരു വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ആയിട്ട് ആക്ട് ചെയ്യുകയാണ്. സോ ദാറ്റ് ഇൻഡിവിജ്വൽസിനാണെങ്കിലും എൻറ്റിറ്റീസിനാണെങ്കിലും അപ്രൂവൽസ്, ലൈസൻസ് ഒക്കെയും പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ പോർട്ടൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവതരിപ്പിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ന്യൂസ് ആണ്, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 90 years സെലിബ്രേറ്റ് ചെയ്ത ഒരു ന്യൂസ് നമ്മൾ കണ്ടിരുന്നു. സോ യെസ്, 90 years സെലിബ്രേറ്റ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി ഒരു കോയിൻ അൺവെയിൽ ചെയ്തിരുന്നു അല്ലെ, ഒരു കോയിൻ അൺവെയിൽ ചെയ്തു. ആ കോയിൻ എന്തായിരുന്നു? 90 years എന്നുള്ള ആ ഒരു കോയിൻ ആണ് അൺവെയിൽ ചെയ്തത്, RB@90. സോ ഇവിടെ ആ കോയിന്റെ കമ്പോസിഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. 99.9% പ്യുവർ സിൽവർ ആണ്. ആ കോയിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അറൌണ്ട് 40 grams ആണ്. ഇനി ആ ഒരു
പർട്ടിക്കുലർ കോയിനിൽ ഇൻസ്ക്രൈബ് ചെയ്തത് എന്തൊക്കെയാണ്? ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക ക്യാപിറ്റൽ, അശോക പില്ലർ, ആൻഡ് ദെൻ നാഷണൽ മോട്ടോ ഉണ്ട്, ദാറ്റ് ഈസ് സത്യമേവ ജയതേ. ആൻഡ് അത് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ദേവനാഗരി സ്ക്രിപ്റ്റിലാണ് ആ ഒരു പർട്ടിക്കുലർ മോട്ടോ എഴുതിയിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളൊന്ന് അഡീഷണൽ ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. സോ 90 ഇയേഴ്സ് സെലിബ്രേഷന്റെ ഭാഗമായിട്ടൊരു കോയിൻ നമ്മൾ പബ്ലിഷ് ചെയ്തു, അൺവെയിൽ ചെയ്തു. ആ കോയിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. So next topic is related to Monetary Policy Committee meeting in the latest ആയിട്ടുള്ള Monetary Policy Committee meeting in informations ആണ്. RBI as such നമുക്ക് പഠിക്കാനില്ല, പക്ഷെ കറണ്ട് അഫെയറിൽ വന്നതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോവാം. അതായത് റീസെൻ്റ് ആയിട്ടുള്ള MBC മീറ്റിംഗ് കൂടിയിട്ടും റിപ്പോ റേറ്റ് എത്ര തന്നെയാണ് വെച്ചിരിക്കുന്നത്? നമ്മൾ 10ാമത്തെ പ്രാവശ്യമാണ് 6.5% എന്നുള്ളൊരു റേറ്റിൽ തന്നെ നമ്മൾ അൺചേഞ്ച്ഡ് ആയിട്ട് റിപ്പോ റേറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 10ാമത്തെ പ്രാവശ്യമാണ് 6.5% എന്നുള്ളൊരു ട്രെൻഡിൽ റിപ്പോ റേറ്റ് മുന്നോട്ട് പോകുന്നത്. ആൻഡ് റിവേഴ്സ് റിപ്പോ ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35 നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. ആൻഡ് SDF സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി എത്രയാണ്? 6.25 ആണ്. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റിയും ബാങ്ക് റേറ്റും ഒക്കെ അപ്പോൾ എത്ര ആയിരിക്കും? 6.75 ആണ്. സോ ആസച്ച് ഇല്ല എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ കറണ്ട് അഫെയർ ആയതുകൊണ്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. സോ ഫ്രണ്ട്സ്, നമ്മൾ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോമിനൻറ്റ് കറണ്ട് അഫേഴ്സ് എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. സോ പ്രോപ്പർലി ഇത് കവർ ചെയ്യുക, പ്രോപ്പർലി റിവൈസ് ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.